നമസ്കാരം. കോഴിക്കോട് ജില്ലാ പഞ്ചായത്തിന്റെ പി-ടോക്കിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ഓണക്കാലത്ത് അവശ്യ സാധനങ്ങൾ വിലക്കുറവിൽ ലഭ്യമാക്കാനും പൊതുവിപണിയിൽ ന്യായവില ഉറപ്പാക്കുന്നതിനുമായി സപ്ലൈകോയുടെ ജില്ലാ ഓണം ഫെയറിന് തുടക്കമായി. ഉദ്ഘാടനവും ആദ്യ വിൽപ്പനയും മേയർ ഡോക്ടർ ബീന ഫിലിപ്പ് നിർവഹിച്ചു. സപ്ലൈകോയുടെ സഞ്ചരിക്കുന്ന ഓണച്ചന്തയുടെ ഫ്ളാഗ് ഓഫ് ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി ഗവാസ് നിർവഹിച്ചു. ഇൻഡോർ സ്റ്റേഡിയത്തിന് സമീപം പ്രത്യേകം തയ്യാറാക്കിയ പവലിയനിലാണ് ഫെയർ നടക്കുന്നത്. വലിയ ഓഫറുകളും പ്രത്യേക സമ്മാന പദ്ധതികളും ഓണം ഫെയറിൽ ഒരുക്കിയിട്ടുണ്ട്. സെപ്റ്റംബർ 4 വരെയാണ് മേള. ചടങ്ങിൽ സപ്ലൈകോ റീജിയണൽ മാനേജർ ഷൽജി ജോർജ്, ജില്ലാ സപ്ലൈ ഓഫീസ് സീനിയർ സൂപ്രണ്ട് സുരേഷ് ബാബു, ഉദ്യോഗസ്ഥർ, വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ എന്നിവർ സംസാരിച്ചു. താമരശ്ശേരി കൊയിലാണ്ടി എടവണ്ണ സംസ്ഥാന പാതയിലെ കൂടത്തായി പാലത്തിന്റെ അപകടാവസ്ഥ വിലയിരുത്തുന്നതിന് കേരള ഹൈവേ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ വിദഗ്ധ സംഘം പരിശോധന നടത്തി. മന്ത്രി PA മുഹമ്മദ് റിയാസിന്റെ നിർദ്ദേശപ്രകാരമാണ് സംഘം എത്തിയത്. പാലത്തിന്റെ സ്ലാബുകൾക്കിടയിൽ ചെറിയ നീക്കം കാണുന്നുണ്ടെന്നും വലിയ കേടുപാടുകൾ ഇല്ലെന്നും നിലവിൽ വാഹനങ്ങൾക്ക് കടന്നു പോകാമെന്നും പരിശോധനയ്ക്ക് നിർദ്ദേശം നൽകിയ KHRI ഡെപ്യൂട്ടി ഡയറക്ടർ JST സോണി പറഞ്ഞു. അറ്റകുറ്റപ്പണികളിലൂടെ നിലവിലെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനാവും. പൊതുമരാമത്ത് പാലം വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ കൂടുതൽ പരിശോധനകൾ നടത്തി ആവശ്യമായ നടപടികളും സ്വീകരിക്കും. പൊതുമരാമത്ത് പാലം വിഭാഗം എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ CS അജിത്ത്, അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ NV ഷിനി, N ബൈജു എന്നിവർ സംഘത്തിൽ ഉണ്ടായിരുന്നു. ശുചിത്വ മിഷന്റെ ആഭിമുഖ്യത്തിൽ ഒരുക്കിയ മാവേലി യാത്രയുടെ ഫ്ളാഗ് ഓഫ് ജില്ലാ കലക്ടർ സ്നേഹിൽ കുമാർ സിംഗ് നിർവഹിച്ചു. ഓണാഘോഷ പരിപാടികൾ ഹരിതചട്ടം പാലിച്ച് നടത്തുന്നതിനും പൊതു സ്വകാര്യ പരിപാടികളിൽ ഹരിതചട്ടം പാലിക്കുന്നതിൽ അവബോധം സൃഷ്ടിക്കുന്നതിനുമാണ് യാത്ര സംഘടിപ്പിക്കുന്നത്. വൃത്തിയുടെ ചക്രവർത്തി എന്ന മുദ്രാവാക്യത്തോടെയുള്ള ക്യാമ്പയിനിന്റെ 5 ദിവസത്തെ വാഹനയാത്രയ്ക്കാണ് സിവിൽ സ്റ്റേഷനിൽ തുടക്കമായത്. ഓണക്കാലത്ത് നിരോധിത പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ, പേപ്പർ പ്ലേറ്റ്, പേപ്പർ ഗ്ലാസ് തുടങ്ങിയവ ഒഴിവാക്കി പ്രകൃതി സൗഹൃദ ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ച് ഹരിതചട്ടം പാലിച്ച് പരിപാടികൾ നടത്തുന്നതിനും പൊതുജനങ്ങൾക്കിടയിൽ ഹരിത പ്രോട്ടോകോൾ സംബന്ധിച്ച അവബോധം സൃഷ്ടിക്കുന്നതിനുമാണ് ശുചിത്വ മിഷന്റെ നേതൃത്വത്തിൽ മാവേലി യാത്ര സംഘടിപ്പിക്കുന്നത്. പ്രത്യേകം അലങ്കരിച്ച വാഹനത്തിൽ മാവേലി ജില്ലയിലുടനീളം സഞ്ചരിച്ച് ബോധവൽക്കരണം നടത്തും. സ്കൂൾ, കോളേജ്, മാർക്കറ്റുകൾ, പഞ്ചായത്തുകൾ, വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ തുടങ്ങിയ ഇടങ്ങളിലെല്ലാം സന്ദർശിക്കും. ചടങ്ങിൽ LSGD ഡെപ്യൂട്ടി ഡയറക്ടർ ബൈജു ജോസ്, കോഴിക്കോട് റൂറൽ SP KE ബൈജു, ശുചിത്വ മിഷൻ അസിസ്റ്റന്റ് കോർഡിനേറ്റർ CK സരിത്ത, ജ്യോതിഷ്, KP രാധാകൃഷ്ണൻ തുടങ്ങിയവർ പങ്കെടുത്തു. കോഴിക്കോട് ജില്ലാ പഞ്ചായത്തിന്റെ വാർഷിക പദ്ധതിയായ ജാഗ്രതാ സമിതി ശക്തിപ്പെടുത്തലിന്റെ ഭാഗമായി വനിതാ ശിശു വികസന വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ ഏകദിന ശില്പശാല സംഘടിപ്പിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഷീജ ശശി ഉദ്ഘാടനം ചെയ്തു. കേരളത്തിൽ മാത്രമാണ് നമ്മൾ കാണേണ്ടത് സ്ത്രീകളെ പൊളിറ്റിക്കലായിട്ട് മുന്നോട്ട് കൊണ്ടുവരാൻ തയ്യാറാവുന്നത് കേരളത്തിൽ കൂടുതൽ നമ്മൾ കാണുന്നുണ്ടല്ലേ. 51% നമ്മൾ സ്ത്രീകളെ ഈ മേഖലയിലേക്ക് കൊണ്ടുവരുന്നു എന്നുള്ളത് നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷപ്രദമാണ്. പക്ഷെ ഇന്ന് സ്ത്രീകൾ എവിടെയൊക്കെ അവരുടെ പ്രവർത്തനത്തിൽ നിൽക്കുന്നുണ്ടോ അവിടെയൊക്കെ കൃത്യമായും സുതാര്യതയോടും മുൻപന്തിയിൽ നിന്ന് പ്രവർത്തിക്കാൻ ഇന്ന് സ്ത്രീകൾക്ക് കഴിയുന്നു എന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ അഭിമാനമാണ്. ഹോട്ടൽ വുഡീസിൽ നടന്ന പരിപാടിയിൽ വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് P ഗവാസ് അധ്യക്ഷനായി. കഴിഞ്ഞ 5 വർഷക്കാലമായും വളരെ സജീവമായ ഇടപെടലുകൾ ഈ മേഖലയിൽ നടത്താൻ ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട് എന്ന അഭിമാനബോധത്തോടെ പറയാൻ സാധിക്കും. ഇവിടെ നേരത്തെ സ്വാഗത പ്രസംഗത്തിൽ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ ജില്ലയിലെ ലിംഗപദവി പഠനം നടത്തിയത് കോഴിക്കോട് ജില്ലാ പഞ്ചായത്തിൻ്റെ നേതൃത്വത്തിലാണ്. അത് കേവലമായ ഒരു റിപ്പോർട്ട് സമർപ്പണമല്ല, മറിച്ച് ജില്ലയുടെ എല്ലാ മേഖലകളിലെയും കടന്നു ചെന്ന് അവിടങ്ങളിലെല്ലാം സ്ത്രീകൾ അനുഭവിക്കുന്ന പ്രയാസങ്ങളെയും പ്രശ്നങ്ങളെയും നേരിട്ടു കണ്ട് അതിനെക്കുറിച്ച് അവരോട് സംവദിച്ച് ജില്ലയിലെ വിവിധ തദ്ദേശ സ്ഥാപനങ്ങളുടെ അധ്യക്ഷന്മാരുമായി നിരന്തരമായി വിവരങ്ങൾ പങ്കുവച്ച് ഉണ്ടാക്കപ്പെട്ട ഒന്നാണ്. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ P സുരേന്ദ്രൻ, ജില്ലാ വനിതാ ശിശു വികസന ഓഫീസർ S സബീന ബീഗം റിപ്പോർട്ട് അവതരിപ്പിച്ചു. സ്ഥിരം സമിതി അധ്യക്ഷ VP ജമീല, ജില്ലാ വനിതാ സംരക്ഷണ ഓഫീസർ ലിൻസി, KV റീന, കമ്മ്യൂണിറ്റി വുമൺ ഫെസിലിറ്റേറ്റർ PA അഞ്ജന എന്നിവർ സംസാരിച്ചു. ജനമൈത്രി ബീറ്റ് ഓഫീസർമാർ
കമ്മ്യൂണിറ്റി വുമൺ ICDS സൂപ്പർവൈസ്, ജില്ലാ ജാഗ്രതാ സമിതി അംഗങ്ങൾ, ജില്ലാ പഞ്ചായത്ത് മെമ്പർമാർ, NGO പ്രതിനിധികൾ എന്നിവർ ശില്പശാലയിൽ പങ്കെടുത്തു. ഇനി കോഴിക്കോട് ജില്ലയിലെ പ്രധാന അറിയിപ്പുകൾ നോക്കാം. മത്സ്യ അനുബന്ധ തൊഴിലാളികൾ, കുടുംബാംഗങ്ങൾ എന്നിവർക്കിടയിൽ വിദ്യാഭ്യാസ, കലാ, കായിക രംഗത്ത് മികച്ച പ്രകടനം നടത്തിയവരെ മത്സ്യബോർഡ് ആദരിക്കും. വിവരങ്ങൾക്ക് വടകര, തിക്കോടി, കൊയിലാണ്ടി, വെസ്റ്റ് ഹിൽ, ബേപ്പൂർ, പരപ്പനങ്ങാടി, താനൂർ, തിരൂർ, പൊന്നാനി എന്നീ ഫിഷറീസ് ഓഫീസർമാരെ ബന്ധപ്പെടുക. കോഴിക്കോട് ഗവൺമെന്റ് ജനറൽ ആശുപത്രിയിൽ ദിവസവേതനത്തിൽ താൽക്കാലികമായി നഴ്സിംഗ് ഓഫീസറെ നിയമിക്കും. യോഗ്യത സർക്കാർ അംഗീകൃത GNM, BSc നഴ്സിംഗ്, 2 വർഷത്തെ പ്രവൃത്തി പരിചയം, അഭികാമ്യം. സെപ്റ്റംബർ 2 രാവിലെ 10 മണിക്ക് സൂപ്രണ്ടിന്റെ ചേംബറിൽ എത്തണം. ഫോൺ 0495 236 5367. കോഴിക്കോട് മാത്ര കനറ ബാങ്ക് ഗ്രാമീണ സ്വയം തൊഴിൽ പരിശീലന കേന്ദ്രത്തിൽ സൗജന്യ അച്ചാർ, പപ്പടം, മസാലപ്പൊടി, ബേക്കറി നിർമ്മാണ പരിശീലനത്തിന് അപേക്ഷ ക്ഷണിച്ചു. പ്രായപരിധി 18 മുതൽ 45. അവസാന തീയതി ഓഗസ്റ്റ് 27. ഫോൺ 9447276470. ബേപ്പൂർ ഗവൺമെന്റ് ITIയിൽ ഹോസ്പിറ്റൽ, ഹൗസ് കീപ്പിംഗ് ട്രേഡിൽ ഒഴിവുള്ള സീറ്റുകളിൽ ഓൺലൈനായി അപേക്ഷ നൽകിയവർക്കും അപേക്ഷ നൽകാൻ സാധിക്കാത്തവർക്കും ഓഗസ്റ്റ് 29 സ്പോട്ട് അഡ്മിഷൻ നടത്തും. ആധാർ കാർഡും ഒറിജിനൽ സർട്ടിഫിക്കറ്റുകളും TCയും സഹിതം രാവിലെ 10 മണിക്ക് ITIയിൽ എത്തണം. SSLC പാസ്സായ എല്ലാവർക്കും പങ്കെടുക്കാം. പ്രായപരിധിയില്ല. ഫോൺ 8086141406 9037559251. ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ അവസാനിക്കുന്നു. നമസ്കാരം.